എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ സേമിയ പായസമാണ്. ഒരു വെറൈറ്റി ആയിട്ടും വളരെ രുചികരമായിട്ടും ക്രീമി ടെക്സ്ചറിൽ സേമിയ പായസം ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഈ ഒരു പെരുന്നാൾ ദിനത്തില് പലതരം വിഭവങ്ങൾ തയ്യാറാക്കുന്ന എന്റെ കൂട്ടുകാർക്കായാണ് ഇന്നത്തെ ഞാൻ വീഡിയോ കാണിച്ചു തന്നിട്ടുള്ളത്. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് ഇതുപോലെ ഒന്ന് നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ ഈ ഒരു റെസിപ്പിയുടെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാനും വീഡിയോ മറ്റുള്ള കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ കാണുമ്പോൾ തന്നെ വിലയേറിയ ലൈക്കുകൾ തരാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. ഇനി നമുക്ക് സേമിയ പായസം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഒരു ഉരുളിയാണ് അടുപ്പിലേക്ക് വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഉരുളി ഒന്ന് ചൂടായി വരട്ടെ. ഉരുളി ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പിടി കാഷ്യൂസ് ചേർക്കാം. ഇനി കാഷ്യൂസ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂസിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നാൽ നമുക്കിതിലേക്ക് 25 ഗ്രാം അളവിൽ റേസിൻസ് കൂടെ ചേർക്കാം. ഇതെല്ലാം ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്കിത് കോരി മാറ്റാം. അങ്ങനെ ഇപ്പോൾ കാഷ്യൂസും റൈസിൻസൊക്കെ മൂപ്പായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് നെയ്യിൽ നിന്നും കോരി മാറ്റാം. കാഷ്യൂസും റൈസിൻസൊക്കെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെയ്യിലേക്ക് 1 കപ്പ് അളവിൽ ഫ്രൈ ചെയ്ത സേമിയ ചേർക്കാം. ഇനി നമുക്ക് ഈ സേമിയയിലേക്ക് 25 ഗ്രാം അളവിൽ ബട്ടർ കൂടെ ചേർക്കാം. ഇനി ബട്ടറും നെയ്യും സേമിയയും കൂടെ ചേർത്ത് നല്ലോണം ഒന്നും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഫ്രൈ ചെയ്ത സേമിയാണ് എടുത്തിട്ടുള്ളത്. എങ്കിൽ തന്നെയും നമുക്ക് ഒന്നുകൂടെ ഫ്രൈ ചെയ്ത് വേണം പായസം തയ്യാറാക്കി എടുക്കാനായിട്ടും. സേമിയ ഒന്ന് മൊരിഞ്ഞ് കിട്ടണം, അതുപോലെ ഈ ബട്ടർ മെൽറ്റായും കിട്ടണം. അതുവരെയും അധികമൊന്നും ഫ്രൈ ചെയ്തെടുക്കേണ്ട. ഒരു 2 മിനിറ്റ് നേരം മാത്രം ചെറിയ തീയിൽ വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. ഇപ്പോൾ സേമിയൊക്കെ ഒന്ന് കളർ ചേഞ്ച് ആയി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. 1 കപ്പ് അളവിലാണ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലോണം ഇളക്കി കൊടുക്കാം. നല്ലവണ്ണം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർക്കാം. ഞാൻ ഈ സേമിയയിലേക്ക് 1 കപ്പ് അളവിൽ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാര കൂടെ ചേർത്ത് ഒന്നുകൂടെ ഇളക്കിയെടുക്കാം. ഇനി പഞ്ചസാരയും സേമിയയും കൂടെ ചേർന്ന് ഒന്നുകൂടെ തിളച്ച് സേമിയ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുവാണെങ്കിൽ സേമിയ പായസം തയ്യാറാക്കുമ്പോൾ ഒരു തരി പോലും കുഴയാതെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഈ പഞ്ചസാരയിൽ കിടന്ന സേമിയ ഒന്നുകൂടെ വേവായി കിട്ടണം. ഇപ്പോൾ പഞ്ചസാരയും കൂടെ ചേർന്ന് ഒന്നുകൂടെ സേമിയ തിളച്ചുകൊണ്ടിരിക്കുവാണ്. ഈ സമയത്ത് സേമിയയിലേക്ക് 1 കപ്പ് അളവിൽ നേർപ്പിച്ച പാല് കൂടെ ഒഴിച്ചു കൊടുക്കാം. കട്ടിയായിട്ടുള്ള പാലല്ല ചേർക്കുന്നത്, നേർപ്പിച്ച പാലാണ്. വീണ്ടും നല്ലോണം ഇളക്കി കൊടുക്കാം. ഇനി ഈ വെള്ളത്തിൽ കിടന്ന് സേമിയ ഒന്നുകൂടെ വെന്ത് വരട്ടെ. അങ്ങനെ നേർപ്പിച്ച പാല് ചേർന്ന് നന്നായിട്ട് തന്നെ തിളച്ചുകൊണ്ടിരിക്കുവാണ്. ഇനി ഒന്ന് തിളച്ച് കുറുകിയ പാകത്തിലേക്ക് ഒന്ന് ആയി വരണം. അതുവരെ നമുക്കൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് പായസത്തിലേക്ക് 1 നുള്ള് ഉപ്പ് ചേർക്കുന്നുണ്ട്. വീണ്ടും ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പായസം നല്ല കുറുകിയ പാകത്തിലേക്ക് ഒന്ന് ആയി വന്നിട്ടുണ്ട്. സേമിയ എല്ലാം നല്ലോണം തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്കിതിലേക്ക് പാല് ചേർക്കണം. 2 കപ്പ് അളവിൽ നല്ല കട്ടിയായിട്ടുള്ള പാലാണ് ചേർക്കുന്നത്. ഇനി ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഞാനിവിടെ പശുവിൻ പാലാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇനി പാലും കൂടെ ചേർന്ന് വീണ്ടും ഒന്നുകൂടെ തിളച്ച് വരട്ടെ. അങ്ങനെ നമ്മുടെ സേമിയ പാലും കൂടി ചേർന്ന് നന്നായിട്ട് തന്നെ തിളച്ചുകൊണ്ടിരിക്കുവാണ്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഈ സമയത്ത് 1 കപ്പ് പാലിലേക്ക് 1 സ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡറാണ്. ഇത് നമുക്ക് ഈ പാലിലേക്ക് ചേർക്കാം. നല്ലോണം ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടകളെല്ലാം ഉടച്ച് വേണം നമുക്ക് ഈ പായസത്തിലേക്ക് ചേർക്കാനായിട്ടും. അധികം ഒന്നും ചേർക്കരുത്. ഈ ഒരു 1 സ്പൂൺ അളവിൽ തന്നെ ചേർക്കണം. കസ്റ്റാർഡ് പൗഡർ നല്ലതായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം തയ്യാറാക്കിയിരിക്കുന്ന പാലിലേക്ക് ചേർക്കാം. വീണ്ടും ഒന്നുകൂടെ പായസം ഇളക്കി തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പായസത്തിന് ഒരു യെല്ലോ കളറായി വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ തിളച്ചൊന്ന് കുറുകിക്കഴിഞ്ഞാൽ നമുക്ക് പായസം താഴേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. കസ്റ്റാർഡ് പൗഡറും കൂടി ചേർത്തിട്ട് പായസം നല്ലോണം തന്നെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്തൊക്കെ ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ടാണ് ഞാനിവിടെ തിളപ്പിച്ചെടുത്തിട്ടുള്ളത്. തിളച്ച് വന്നിട്ടുള്ള പായസത്തിലേക്ക് 1 സ്പൂൺ അളവിൽ കണ്ടൻസ് മിൽക്കും കൂടെ ചേർക്കാം. ഹോം മെയ്ഡ് കണ്ടൻസ് മിൽക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പായസം തിളപ്പിക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂസും റേസിൻസൊക്കെ ചേർക്കാം. 1 നുള്ള് ഏലക്കപ്പൊടി കൂടെ ചേർക്കാം. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെയും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടെന്ന് തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പായസത്തിന്റെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.